ഹേ ഗായ്സ്, മേരി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു എന്നറിയാം. പനിയും ജലദോഷമൊക്കെ ആയിട്ട് ക്രിസ്മസും അതിന് മുന്നേയുള്ള ദിവസവും ഒക്കെ പോക്കായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുള്ള കുറച്ച് ദിവസമായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുള്ള ഫേസിലോട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡർ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഫില്ല് ചെയ്യാണ്. വീണ്ടും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും. എങ്കിലേ പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ ഐബ്രോ. അതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യണത്. ഞാൻ കൂടുതലും ഈ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഒന്നീ സെറ്റിംഗ് സ്പ്രേ അടിക്കുക, ഇല്ലെങ്കിൽ ലൂസ് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ചെയ്യാറില്ല. സെറ്റിംഗ് സ്പ്രേ വെച്ച് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, ലൂസ് പൗഡറും ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെയാണ്. കാരണം പിന്നെ സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവാൻ പാടാണ്. സത്യം പറഞ്ഞാൽ മടിയായതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. പാലറ്റിൽ നിന്നൊരു പിങ്ക് ഷെയ്ഡ് നോക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് കണ്ണിലും കണ്ണിൻ്റെ താഴെയും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഇടുന്ന ഡ്രസ്സ് വന്നിട്ട് റെഡ് കളറാണ്. അപ്പോൾ കുറച്ചൊന്ന് എറിച്ച് നിൽക്കാനും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒന്ന് അടിപൊളിയായിട്ടിരിക്കാനും വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഹൈലൈറ്റർ എടുത്ത് ഇതിൻ്റെ കണ്ണിൻ്റെ പുറത്ത് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോഴത്തേക്കും ഒന്ന് കണ്ണൊന്ന് എടുത്ത് നിൽക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഹൈലൈറ്ററോ ഗ്ലിറ്ററോ അങ്ങനെ എന്ത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഐലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. ഐലൈനർ ഇല്ലാതെ എന്ത് ലൈഫല്ലേ. ചിലർക്ക് അങ്ങനെയാണ്, എനിക്കും അങ്ങനെയാണ്. എനിക്ക് ഐലൈനർ വരയ്ക്കാതെ എന്തുപോലെയാണ്. ഞാൻ എത്ര ചെയ്തിരുന്നാലും ഐലൈനർ വരയ്ക്കാതിരുന്നത് എന്തുപോലെയാണ് എനിക്ക്. അപ്പോൾ ഐലൈനർ വരച്ചു കൊടുക്കണം. രണ്ട് കണ്ണ് ഇച്ചിരി വാലൊക്കെ ഇട്ട് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ബ്ലഷ് ഇടുകയാണ്. ബ്ലഷ് വന്നിട്ട് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ബ്ലഷ് ഇട്ടപ്പോൾ കൂടിപ്പോയി ഗൈസ്, ആരും അടി തന്ന കണക്കിരിക്കുന്നു. അപ്പം ഞാൻ കുറച്ചൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടത് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് അപ്പം ഒന്ന് പെട്ടെന്നൊന്ന് കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ എന്തെങ്കിലും പെട്ടെന്നൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ ബെറ്റർ ആയിരിക്കും. വീണ്ടും നമ്മൾ വെച്ചുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ മേക്കപ്പ് ഫുള്ള് വീണ്ടും നല്ലോണം ഉരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മേക്കപ്പ് ഫുള്ള് എന്ത് ചെയ്യും, കോളാവും. അപ്പം ഇടുമ്പോൾ കുറച്ചിടാൻ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം. ഇല്ലെങ്കിൽ അപ്പം തന്നെ ഇട്ടിട്ട് കൂടുതലാണെങ്കിൽ റിമൂവ് അപ്പം തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഫേസ് ഒന്ന് ഗ്ലോയി ആയിട്ടും ഇല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ആയിട്ടും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ നൈറ്റ് ഫങ്ഷനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അതിനുശേഷം മസ്കാര യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് കണ്ണിൽ നന്നായിട്ട് മസ്കാര യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ആദ്യം ഞാനൊരു പിങ്ക് മെറൂൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് അത് ഇട്ടപ്പോഴത്തേക്ക് എനിക്കൊരു തൃപ്തി ഒന്നുമില്ല. പിന്നെ ഒരു റെഡ് കളർ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്ത് യൂസ് ചെയ്യണം. ഇത് ഭയങ്കര റെഡാണ് കേട്ടോ. പക്ഷെ ഒന്ന് ഡാബ് ചെയ്ത് ഒന്ന് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഒരുപാട് ഇടാതിരുന്നാൽ മതി. പക്ഷെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം അങ്ങനെ ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. മേക്കപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ ഒരു ഫ്രോക്ക് ഗൗൺ ടൈപ്പ് ഇട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് ചെയ്തെടുത്ത ഡ്രസ്സാണ്. ഈ നെക്കിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതും സ്ലീവ് കുറച്ച് വെറൈറ്റിയാണ്. ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും സ്ലീവിൻ്റെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തുടങ്ങുന്ന സ്ഥലത്ത് ചെറിയൊരു പഫ്, അതിന് ചുറ്റും ലേസ് വർക്ക്, പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള നെറ്റും കൂടിയാണ് നമ്മൾ ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പം ഇത് ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു, ഒരുപാടില്ല 5-6 പേരൊക്കെ ചോദിച്ചു എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിശ്വാസമാണല്ലോ, ഞാൻ ചെയ്തത് കൊള്ളാമെന്ന്. അപ്പം ഞാൻ ചെയ്തതല്ല, ഞാൻ ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ ഐഡിയ എൻ്റെതാണ്. അപ്പം പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി അത് ചെയ്തു തന്നു. അപ്പം എല്ലാവരും എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് സ്വന്തമായൊരു ആത്മവിശ്വാസം, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഐഡിയാസൊക്കെ വെച്ച് ചെയ്ത സാധനം കൊള്ളാമെന്ന് സ്വന്തമായിട്ട് തോന്നി. അങ്ങനെ ആ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഹെയർ ചെയ്യാം. ഹെയർ എടുത്തിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഫ്രണ്ടിലോട്ട് വിടുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഇടയായിട്ടുള്ള ഹെയറിന് ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം അത് നമുക്ക് മെടഞ്ഞു കൊടുക്കാം. രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ മെടഞ്ഞു കൊടുക്കാം. മെടഞ്ഞു കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡുള്ള പിന്നെ തെറ്റിയത് റൈറ്റ് സൈഡ് തെറ്റിയത് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയുടെ മുകളിൽ കൂടി ബോ പോലെ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ബോ ഇരിക്കും. ഇത് നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിലായതുകൊണ്ട് ഇത് വ്യക്തമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാനായിട്ട് നല്ല രസമാണ്. എനിക്ക് ചെറുതായിട്ട് ചേരുന്നില്ലാതെ എനിക്ക് ഫീൽ ചെയ്തു എങ്കിലും ഞാൻ ഓക്കെയാണ്. ആ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെയ്തതിന് ശേഷം ഒരു കുത്തി വെച്ചിട്ടുള്ളൊരു മാല എടുത്ത് വൈറ്റ് കളർ അതും കൂടെ ഇതിൻ്റെ പുറത്തൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം സ്ലൈഡൊക്കെ വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ ഹെയർ സ്റ്റൈൽ. സിമ്പിളാണ്, അടിപൊളിയാണ് കാണാനായിട്ട്. കുറച്ച് ലെങ്ത് ഉള്ളവർക്കാണെങ്കിൽ ഇത് ഈ ബോ ചെയ്ത ഹെയറിൽ നല്ലതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അപ്പം ഇരിക്കും, പിന്നെ ഈ ഇളകി പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.